ഈ സാധാരണ ഒരു വിമാനം അത് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപ് ഏതാണ്ട് 90 മിനിറ്റ് ദൈർഘ്യമുള്ള പരിശോധന അതിന് തൊട്ട് മുൻപ് നടത്തുമെന്നാണ് ഞാൻ വായിച്ചത്. അത്ര പരിശോധന, പിന്നെ എഞ്ചിനീയറിൻ്റെ സർട്ടിഫിക്കേഷൻ വേണം, കൂടാതെ പൈലറ്റിൻ്റെ വക പരിശോധന, ഇതെല്ലാം നടന്നിട്ടാണ് ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഇതൊക്കെ നടന്നു കഴിഞ്ഞിട്ടും ഇത് പുറപ്പെട്ട് മിനിറ്റുകൾക്കുള്ളിൽ എന്ന് പറയാൻ പോലും പറ്റില്ല, ഏതാണ്ട് സെക്കൻഡിനുള്ളിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് ഇത് അറിയാതെ പോയി എന്നൊരു സ്വാഭാവികമായ ചോദ്യം, അത് ഒരുപക്ഷെ നമ്മുടെ അജ്ഞതയിൽ നിന്നുകൊണ്ടാകാം അങ്ങനെ ചോദ്യം വരുന്നത്. പക്ഷെ സാധാരണക്കാരനായ ഒരാൾക്ക് തോന്നുന്ന ഒരു സംശയമാണത്, ക്യാപ്റ്റൻ പ്രസന്നകുമാർ. അതെ, ഇതിപ്പോ നമ്മള് ടെക്നിക്കൽ ഫെയിലിയർ ആണ് ഈ ഇതിലേക്ക് വഴിതെളിച്ചതെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കമന്റ് പറഞ്ഞത്. അതായത് ഇതിനകത്ത് ഇപ്പോഴും വെളിവായിട്ടില്ല എന്താണ് ഇതിലേക്ക് ലീഡ് ചെയ്ത്, പൈലറ്റ് ആക്ഷൻ ആണോ മെക്കാനിക്കൽ ഫെയിലിയർ ആണോ എന്ന്. പക്ഷേ നിങ്ങൾ നേരത്തെ മിസ് അനുജ പറഞ്ഞത് വളരെ ശരിയാണ്. ഓരോ ഫ്ലൈറ്റിനും മുമ്പ് വിമാനത്തിന്റെ കണ്ടീഷൻ, അതായത് പ്രിലിമിനറി ചെക്സ് ഉണ്ട്. ആ ചെക്സ് എല്ലാം എഞ്ചിനീയർ നടത്തിയതിനു ശേഷം, എഞ്ചിനീയർ സർട്ടിഫൈ ചെയ്തതിനു ശേഷം പൈലറ്റ് സ്വയം കുറെ ചെക്സ് ചെയ്യും. അതായത് വാക്ക് അറൗണ്ട് എന്ന് പറയാം. ആദ്യം വിമാനത്തിന് ചുറ്റും നടന്നും പരിശോധിക്കും, പിന്നെ ഉള്ളിലും ചില കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം അക്സെപ്റ്റബിൾ ആണെന്ന് പൈലറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന, അതായത് ഓൺ റെക്കോർഡ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. അക്സെപ്റ്റ് ചെയ്തതിനു ശേഷം അയാൾക്കൊരു പ്രോട്ടോകോൾ ഉണ്ട് പൈലറ്റ്സിന്. അവര് സീറ്റിലിരുന്ന് വിമാനത്തിന്റെ പ്രിപ്പറേഷനിൽ വന്നു കഴിഞ്ഞാൽ വേറെയും കുറെ കാര്യങ്ങൾ, അതായത് ഓഫീസ് റൂമിൽ തന്നെ നടത്താറുണ്ട്. ഇപ്പൊ അതിലൊക്കെ നിൽക്കാത്ത ഒരു കാര്യമായി ഇപ്പൊ ബേർഡ് ഹിറ്റ് എന്നുള്ളത്. ഇന്നലെ മുതൽ അങ്ങനെ ഒരു സാധ്യത കേൾക്കുന്നുണ്ട്, ഒന്നിലേറെ ബേർഡ് ഹിറ്റ് നടന്നിട്ടുണ്ടാകാം എന്ന്. പക്ഷെ അപ്പോൾ പോലും അതിന്റെ ഒരു കാർക്കസ് ഒന്നും കാണുന്നില്ല എന്ന് പറയുന്നത്, അതായത് ഒരു അവശിഷ്ടങ്ങളൊന്നും കാണുന്നില്ല, അത് നടന്നിട്ടില്ല എന്നതാണ് പ്രാഥമിക നിഗമനമായി ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ പിന്നെ എന്ത് എന്ന ചോദ്യമൊക്കെ പ്രസക്തമല്ലേ ക്യാപ്റ്റൻ? തീർച്ചയായിട്ടും പ്രസക്തമാണ്. പിന്നെ വേറൊരു കാര്യം പറയുന്നത്, എൻജിന്റെ ഈ ചെക്സ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും എൻജിൻ സാധാരണ വിമാനം പാർക്ക് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ പാസഞ്ചേഴ്സ് ബോർഡ് ചെയ്യുന്ന സ്ഥലത്ത് എൻജിന്റെ ഫുൾ പെർഫോമൻസ് ചെക്ക് ചെയ്യുന്നത് നടക്കുന്ന കാര്യമല്ല. എൻജിൻ ലിമിറ്റ്സിലാണ് പെർഫോം ചെയ്യുന്നത് ടേക്ക് ഓഫിന്റെ സമയത്ത്. അപ്പോ അത് നേരത്തെ അനുകരിക്കുന്ന, അതായത് പീരിയോഡിക് ചെക്സ് ഒഴിച്ച് നേരത്തെ അനുകരിക്കുന്നത് നടക്കുന്ന കാര്യമല്ല. റൺവേയിൽ മാത്രം, ആളൊന്നും ചുറ്റുമില്ലാത്ത സ്ഥലത്ത്, ഡേഞ്ചർ ഇല്ലാത്ത സ്ഥലത്ത് മാത്രമേ അത്രയും ലിമിറ്റ് ത്രസ്റ്റിലും ലിമിറ്റ് പെർഫോമൻസ്, എല്ലാ എയറോ എഞ്ചിൻസും വാസ്തവത്തില് ഓപ്പറേറ്റ് ചെയ്യുന്ന വളരെ ഹൈ ടെമ്പറേച്ചേഴ്സിലാണ്. ആ ടെമ്പറേച്ചർ ആണ് ആക്ച്വലി അതിന്റെ ത്രസ്റ്റിനെ ലിമിറ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ലിമിറ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ റൺവേയിൽ മാത്രമേ കഴിയാറുള്ളൂ. അപ്പോ എല്ലാം പഴുതടച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ ഒരുപക്ഷെ പറ്റത്തില്ല. ബാക്കിയെല്ലാം പ്രഡിക്റ്റീവ് ആയിട്ടേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇതൊരു അസാധാരണ സാഹചര്യം എന്നുള്ളത്, അത് നമുക്ക്, താങ്കളും അതിനോട് യോജിക്കും. തീർച്ചയായിട്ടും ഇത് പക്ഷേ ടെക്നിക്കൽ ഫെയിലിയർ ആണോ പൈലറ്റ് എറർ ആണോ രണ്ടിന്റെ ഒരു കോമ്പിനേഷൻ ആണോ എന്ന് നമുക്ക് ഈ സമയത്ത് അന്വേഷണത്തിലൂടെ മാത്രമേ കണ്ടുപിടുത്താൻ കഴിയൂ.